നമസ്കാരം. ഓട്ടോ ലോഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ കസ്റ്റമറാണ് നിജിൽ സാറ്. നിജിൽ സാറ് ഞങ്ങളെ ബന്ധപ്പെടുന്നതിന് മുന്നേ സ്വന്തമായി കാറ് മേടിക്കാനായിട്ട് കുറേ കാർ ഡീലേഴ്സിനെ ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അവിടെ നിന്നെല്ലാം അദ്ദേഹത്തിന് കുറച്ച് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അതായത് വാക്ക് പറഞ്ഞ് ടോക്കൺ കൊടുത്ത വണ്ടികൾ പലപ്പോഴേ നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ കുറേ ദുരനുഭവങ്ങൾ അദ്ദേഹം നേരിട്ടു. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് വഴി നമ്മളെ കണ്ട് നമ്മുടെ അടുത്തേക്ക് അദ്ദേഹം വരികയും നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ സ്വപ്നവാഹനം നമ്മൾ ത്രൂ എടുക്കാൻ സാധിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാൽക്കുലേഷനും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ അവസാനം നമ്മൾ ത്രൂ അദ്ദേഹത്തിൻ്റെ സ്വപ്നവാഹനം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം. ഓട്ടോ ലോഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിദുർ. അപ്പോൾ നമ്മുടെ കസ്റ്റമറായ നിഖിൽ സാറിൽ നിന്ന് വണ്ടി എടുക്കുകയാണ് അല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു സാറേ? പറയൂ, പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രോസസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയി. നമുക്ക് ആകെ ചെറിയൊരു ഇത് വന്നത് നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ ബാങ്കിൽ നിന്നുള്ള ചെറിയൊരു 3-4 ദിവസത്തെ ഒരു ഡിലേ, 2 ദിവസത്തെ ഒരു ഡിലേ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ബാങ്കിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇവരുടെ ഭാഗത്തും ചെയ്യാനുള്ളതൊക്കെ ഒരു കാര്യം ചെയ്ത് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തന്നു. വണ്ടിയാണെങ്കിലും ഇനിയിപ്പോൾ വണ്ടി കാണാൻ പോകാൻ നിൽക്കണു. വണ്ടി എല്ലാം ക്ലീനാക്കി സെറ്റാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ? അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഉടായിപ്പാണെന്നോ? ഇല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് മെസ്സേജ് ത്രൂ ആയിട്ടും ഫുൾ ടൈം നമുക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോൾ കോൺടാക്ട് ചെയ്താലും മറുപടിയൊക്കെ കറക്റ്റ് സമയത്ത് നമുക്ക് അപ്പോഴേക്കപ്പം മറുപടിയും കിട്ടിയായിരുന്നു. ഇപ്പോൾ ദീപക് ഭായിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ മിഥുനെ വിളിച്ച് കഴിഞ്ഞാലും അപ്പോൾ നമുക്ക് മറുപടി കിട്ടിയായിരുന്നു. അപ്പോൾ ആവിധ ടെൻഷനും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ നമുക്കൊരു ചെറിയൊരു ഇത് വന്നത് ഈ ബാങ്കിൻ്റെ ചെറിയൊരു 2 ദിവസത്തെ ഒരു ഇച്ചിരി ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഒക്കെ കുഴപ്പമില്ലായിരുന്നു. എല്ലാം അടിപൊളി. ഓവറോൾ ഹാപ്പിയാണ്. ഇന്നാണ് ശരിക്കും ഹാപ്പി. ഇത്രയും കുറച്ച് ദിവസത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് ഒരു സമാധാനം, റിലാക്സ് ആവാൻ പോണത്. ഓ ഇൻഷാല്ലാ എല്ലാം നമുക്ക് ശരിയാക്കാം. റെക്കമെൻഡേഷൻ എപ്പോഴും ഉണ്ടാവും. നല്ല പരിപാടി ആണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ. അപ്പം ശരി.